ഇന്ന് രാവിലത്തെ കുറച്ച് പണികൾ നമുക്കൊന്ന് കാണാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇഡ്ഡലിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇഡ്ഡലി തട്ടിനകത്ത് കുറച്ച് ബട്ടർ തേച്ചിട്ട് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളകി വരും. ഇഡ്ഡലിയുടെ മാവെല്ലാം കോരി ഒഴിച്ച് അതിൻ്റെ ഇടയിൽ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ജോലികളങ്ങ് നടത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് മീനൊക്കെ വറുക്കാനിട്ടു. രാവിലെ നമ്മൾ ഓരോ അടുപ്പിലിട്ട് ഓരോരോ ജോലികൾ പടപട അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. താങ്ങിയും തൂങ്ങിയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ചോറിൻ്റെ പരിപാടിക്ക് കയറുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും. ഇത് നമുക്ക് ഒരുപാട് സമയം കിട്ടും. ഈ എൻ്റെ കയ്യിലിരിക്കുന്ന മഞ്ഞ സ്പാച്ചുല വളരെ 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 യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. ആരെങ്കിലും ഇപ്പോൾ നിങ്ങളൊക്കെ എവിടെയെങ്കിലും കാണുന്നതെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോ. നമുക്ക് മിക്സിയിൽ നിന്ന് അരപ്പ് വടിച്ചെടുക്കാം, പാത്രത്തിൽ നിന്ന് മാവ് ഇങ്ങനെ വടിച്ചെടുക്കാൻ, കറി ഇളക്കാനും. അത് ഇതിൻ്റെ മറ്റേ പേര് മറന്നു എല്ലാം. ചുരുക്കി പറഞ്ഞാൽ അത് ചൂടിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ സിലിക്കോണിൻ്റെ സാധനമാണ് അത് ഇളകത്തൊന്നുമില്ല, അത് ഉരുകി പോകത്തൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാറൊക്കെ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ കുറച്ച് വീഡിയോ മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഇതൊരു ഓർഡർ ഇല്ലാതെ വന്നിരിക്കുന്നത്. അപ്പം ഇതാ കണ്ട, മിക്സിയിൽ നിന്ന് മാവെടുക്കാനും ഒക്കെ ഈ സ്പാച്ചുല വളരെ നല്ലതാണ്. 40 രൂപ 30 രൂപ ആ റേറ്റിലേ ഉള്ളൂ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. പക്ഷേ നല്ല പ്രയോജനമുള്ളൊരു സാധനമാണ്. ഇതിനിടയിൽ മീൻകറി വെച്ചു, സാമ്പാർ വെച്ചു, ചമ്മന്തി അരച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് കുറച്ച് വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരുമിച്ച് കടുക് വറുക്കുകയാണ്. കടുക് വറുത്തത് എടുത്ത് ഒഴിക്കുകയാണ്. നമ്മളിങ്ങനെ ഓരോ കറിക്ക് ഓരോ പ്രാവശ്യം വറുക്കാൻ നിൽക്കാതെ ഇതൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ തുടക്കക്കാർക്കൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുപ്പെല്ലാം ക്ലീൻ ചെയ്തു. ഇനി പാത്രം കഴുകണം. വീട്ടമ്മമാരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് പാത്രം കഴുകുക. ഇത് ഒരു കാലത്ത് ഈ സിങ്ക് നമുക്ക് ഒഴിഞ്ഞു കിട്ടത്തേ ഇല്ല. ഇതിവിടെ കിടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇങ്ങനെ അക്ഷയ പാത്രം പോലെ പാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാനപ്പോൾ പണി കഴിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാത്രങ്ങളും കൂടി അങ്ങ് കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ യൂസ് ചെയ്ത തുണിയെല്ലാം നല്ല സോപ്പിട്ട് അങ്ങ് കഴുകി മാറ്റുകയാണ്. ഇല്ലെങ്കിൽ അതിൽ എണ്ണ വിഴുക്കും ഒക്കെ ഇരുന്ന് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും. ഈച്ചയൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. സിങ്ക് കഴുകുമ്പോൾ സിങ്കിൻ്റെ 4 വശം കൂടി നന്നായിട്ട് അങ്ങ് കഴുകണം. രാവിലെ ഇന്നൊരുവിധം പണികളെല്ലാം ഒതുങ്ങി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നല്ല നല്ല കമൻറ്റുകൾ ഇടണം, സപ്പോർട്ട് ചെയ്യണം. കിച്ചണിലെ പണികൾ ഏകദേശം രാവിലത്തെ പണികൾ കഴിഞ്ഞ് കിച്ചൺ അങ്ങ് ക്ലീനാക്കി. ഇനി നമുക്ക് കുറച്ച് സമയം ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.